അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണമില്ല, ഹർജി തള്ളി സുപ്രീം കോടതി. സ്വതന്ത്ര അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ജിൽബി കൂടി ചേരുന്നു. ജിൽബി, നമുക്കറിയാം കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസ് വിധി പറയാനായി മാറ്റിവെക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിധി പ്രസ്താവം എങ്ങനെയാണ്? സുപ്രീം കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ്? അശ്വതി, അതായത് അദാനി ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അദാനി കമ്പനികൾ ഓഹരി വില പെരുപ്പിച്ചു കാട്ടി തട്ടിപ്പ് നടത്തി എന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് ഒരു സ്ഥാപനമായ നിയന്ത്രിതമായ ഒരു സെബിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് സ്വതന്ത്ര ഏജൻസികളെയോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെയോ നിയമിക്കേണ്ടതില്ല. അതായത് സെബിയുടെ ഈ അന്വേഷണത്തിൽ സംശയം ഒന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതായത് സെബിയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയിരുന്ന ഹർജിയും ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് സെബിയുടെ ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പരിധികളിൽ, അധികാര പരിധിയിൽ ഇടപെടുന്നതിന് പരിധിയുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ സെബിയുടെ അന്വേഷണത്തിലും അതുപോലെ തന്നെ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലും ഒരു തൃപ്തികരമല്ല അന്വേഷണം എന്ന് ചൂണ്ടിക്കാണ്ടുകൊണ്ടൊക്കെ ഒരു ഹർജികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതായത് അതിൽ നിന്ന് ഹർജിക്കാർ വാദങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നത്, അതായത് ഈ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിലെ 2 അംഗങ്ങൾക്ക് അദാനി കമ്പനിയുമായിട്ട് ബന്ധമുണ്ടെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. കേൾക്കാമെങ്കിൽ ജിൽബി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അന്ന് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസം എടുത്തു എന്നുള്ളതിനാൽ വളരെയധികം രൂക്ഷ വിമർശനങ്ങളാണ് ഈ സമിതിക്കൊപ്പം സെബിക്കൊക്കെ നേരിടേണ്ടി വന്നത് കോടതിയിൽ നിന്നും. അശ്വതി, തീർച്ചയായും. അതായത് നേരത്തെ ഈ സുപ്രീം കോടതി ഇത്തരത്തിൽ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബി അന്വേഷിക്കണം, അല്ലെങ്കിൽ അന്വേഷിച്ച് വിശദമായൊരു റിപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഒപ്പം ഈ വിഷയം പരിശോധിക്കാനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയുമായിരുന്നു. എന്നാൽ ഈ 2 പേരുടെയും, സെബിയുടെ അന്വേഷണത്തിലും അതുപോലെ തന്നെ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലും തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജികളൊക്കെ എത്തിയിരുന്നു. പക്ഷേ സെബിയുടെ അന്വേഷണത്തിൽ സംശയകരമായ കാര്യങ്ങളൊന്നുമില്ല എന്നും സെബിയുടെ അധികാര പരിധിയിൽ ഇടപെടാൻ പരിധിയുണ്ടെന്നും കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഇന്നിപ്പോൾ വിധി പറഞ്ഞപ്പോഴും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഈ ഹർജികളിൽ വാദം കേട്ടപ്പോൾ ഹർജിക്കാരൻ ഉന്നയിച്ച മറ്റൊരു വാദം, വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾക്ക് ഈ അദാനി കമ്പനിയുമായിട്ട് ബന്ധമുണ്ട് എന്നായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വിധിയിൽ പ്രത്യേകമായിട്ടും ചൂണ്ടിക്കാട്ടിയത്, ഈ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾക്ക് അദാനി കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും ചൂണ്ടിക്കാട്ടുകയാണ്. അതുപോലെ തന്നെ സെബിക്ക് ഈ വിവരങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു. 2014 തന്നെ സെബിക്ക് അദാനി കമ്പനിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഹർജികളൊക്കെ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സെബിയിൽ നിന്ന് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറേണ്ടതില്ല. ഇപ്പോഴത്തെ സെബിയുടെ അന്വേഷണം തന്നെ പുരോഗമിക്കട്ടെ. അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരു റിപ്പോർട്ട്, അതായത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് ആധികാരികമല്ല എന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് ഈ റിപ്പോർട്ട് എന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെബിയുടെ അന്വേഷണത്തിൽ ഒരു സംശയവും പ്രകടിപ്പിക്കാനാവില്ല എന്നും അതിനാൽ തന്നെ മറ്റ് സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ വിഷയം കൈമാറേണ്ടതില്ല, പ്രത്യേക അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ട എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദാനിക്കെതിരായിട്ടുള്ള ഈ റിപ്പോർട്ടുകൾ, അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ട്, അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട്, ഈ 2 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹർജികളൊക്കെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത്. എന്തായാലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വതന്ത്രമായ അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അതായത് റിപ്പോർട്ടിൽ അന്വേഷണം ഇല്ല എന്നുള്ളതാണ്. അതായത് അന്ന് നമുക്കറിയാം ഓഹരി മൂലം പെരുപ്പിച്ച് കാണിച്ച്
അദാനി ഗ്രൂപ്പ് ഓഹരി കമ്പനികളെ വഞ്ചിച്ചു എന്നാണ് ഹിൻഡൻബർഗ് ജനുവരി 24-ന് റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ പറയുന്നത്. ആ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ ആരോപണം എന്തെന്നാൽ, അതായത് കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നൊപ്പം പുറത്തു വന്ന റിപ്പോർട്ട് കള്ളമാണെന്നും കഴമ്പില്ല എന്നുമാണ് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചത്. ആരോപണങ്ങളെ ദേശീയവാദം കൊണ്ട് അവഗണിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അവഗണന കൊണ്ട് വഞ്ചനയല്ലാതാകുന്നില്ല എന്നാണ് ഹിൻഡൻബർഗ് വ്യക്തമാക്കിയത് അന്ന്. അശ്വതി, തീർച്ചയായും. അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടും അദാനി ഗ്രൂപ്പിനെതിരായ തെളിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തി, അദാനി ഈ ഓഹരികളിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് നിലവിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന നിയമലംഘനങ്ങൾ ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരും സെബിയും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവരങ്ങളൊക്കെ, അതായത് മാധ്യമ റിപ്പോർട്ടുകൾ വിവരങ്ങളായി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ, അല്ലാതെ അതൊന്നും തെളിവുകളായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ സെബിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതായത് സെബി ഒരു നിയന്ത്രിതമായ സ്ഥാപനമാണ്, അതിൻ്റെ അധികാര പരിധിയിൽ ഇടപെടാൻ പരിധിയുണ്ട്. അതിനാൽ തന്നെ ഇതിൽ ഈ സെബിയുടെ അന്വേഷണത്തിൽ സംശയിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. അതിനാൽ തന്നെ സെബിയുടെ അന്വേഷണം സംശയിക്കാൻ മാത്രത്തിൽ ഒരു തെളിവുകളും ഹാജരാക്കാനായിട്ട് ഹർജിക്കാർക്ക് സാധിച്ചിട്ടുമില്ല. അതിനാൽ സെബിയുടെ അന്വേഷണം മുമ്പോട്ട് പോട്ടെ. 3 മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ സെബിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സുപ്രീം കോടതി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഈ വിധിയിൽ വ്യക്തമാക്കുന്നത്, ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം, സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഹർജി തള്ളിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്റ്റ് റിപ്പോർട്ടിംഗിന്റെ പ്രൊജക്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് ആധികാരികമല്ലെന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾക്ക് അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടെന്ന ആരോപണവും ഇപ്പോൾ സുപ്രീം കോടതി തള്ളുന്നു, അല്ലെങ്കിൽ ഹർജിക്കാരുടെ ആ വാദവും സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഇന്ത്യൻ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാരും സെബിയും പരിശോധിക്കും. അതുപോലെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പുകളിൽ നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും കേന്ദ്ര സർക്കാരും സെബിയും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം, അതായത് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അശ്വതി.